ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 വെള്ളിയാഴ്ച തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന തുടരും എന്ന സിനിമയുടെ 4ാമത്തെ ശനിയാഴ്ച കൂടിയായി 23-ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 21 ദിവസം കൊണ്ട് കളക്ട് ചെയ്യുന്നത് 103 കോടി 55 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ 22-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1 കോടി 49 ലക്ഷം രൂപയായിരുന്നു. ടോട്ടൽ 22 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 105 കോടി 4 ലക്ഷം രൂപയാണ്. 23-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും ഈ ചിത്രത്തിന്റെ കേരള കളക്ഷനിൽ വർധനമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് 1 കോടി 55, 1 കോടി 60 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 23 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 106 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 22 ദിവസം കൊണ്ട് 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 5.5 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരുന്നത്. നിലവിൽ തുടരും എന്ന മോഹൻലാൽ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 125 കോടിയോളം രൂപയാണ് 22 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എമ്പുരാൻ എന്ന സിനിമ നിലവിൽ നേടിയെടുത്തിരുന്ന 120 കോടി 70 ലക്ഷം എന്ന റെക്കോർഡ് തകർത്ത് 125 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തുടരും എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ മഞ്ഞുമൽ ബോയ്സ് ആണ് 1ാം സ്ഥാനത്ത്. ഇപ്പോൾ തുടരും എന്ന മോഹൻലാൽ ചിത്രം 2ാം സ്ഥാനത്തും എമ്പുരാൻ 3ാം സ്ഥാനത്തേക്കും വഴിമാറിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 22 ദിവസം കൊണ്ട് 216 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ 23-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും 4 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ 23 ദിവസം പിന്നിടുമ്പോൾ 220 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. നാളെ ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് 225 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപ് നായകനായി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് മെയ് 9 തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ശ്യാം ശ്രീനിവാസൻ, റാണ, സിദ്ദീഖ്, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, ഉർവശി, മഞ്ജു പിള്ളൈ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 81 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 8 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 7 കോടി 62 ലക്ഷം രൂപയുമാണ്. 9ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 95 ലക്ഷം 1 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 8 കോടി 50 ലക്ഷത്തോളമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11-11.5 കോടി റേഞ്ചിലായിരുന്നു. 9ാം ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലുമാണ്. നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 9 ദിവസം കൊണ്ട് 12.5-13 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളെയും മനു സ്വരാജ് സംവിധാനം ചെയ്ത് മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പടക്കളം. സംവിധായകൻ മനു സ്വരാജും നിതിൻ സി ബാബു എന്നിവരാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രം തിയേറ്ററിൽ 9ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 57 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 9 ദിവസത്തെ കേരള കളക്ഷൻ 4 കോടി 73 ലക്ഷം രൂപയുമാണ്. 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 75-80 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 5 കോടി 50 ലക്ഷത്തിന് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 8 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആസിഫ് അലി നായകനെ തമർ കെ വി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സർക്കിട്ട്. പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമ ഇന്നലെ 9ാം ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5 ലക്ഷം രൂപ മാത്രമാണ്. ആദ്യ 9 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 91 ലക്ഷം രൂപയുമാണ്. 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 6-7 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ 2 കോടി ടച്ച് ചെയ്യാൻ ഈ സിനിമയ്ക്ക് ആയിട്ടില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്യു തോമസ് നായകനായി ദിലീഷ് കരുണാകരൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത 3D ചിത്രമാണ് ലവ്ലി. മനോജ് കെ ജയൻ, ശിവാംഗി കൃഷ്ണകുമാർ, ബാബുരാജ്, പ്രശാന്ത് മുരളി, ജിയോമോൻ ജ്യോതിർ, ശ്രീജിത്ത് രവി എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. പ്രശസ്ത സംവിധായകനായ ആഷിഖ് അബുവാണ് ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 15 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 6 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ 21 ലക്ഷം രൂപയുമാണ്. വിദേശ കളക്ഷൻ ഉൾപ്പെടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് 44 ലക്ഷം രൂപയുമാണ്. ചിത്രത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ 10-12 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ലവ്ലി എന്ന ഈ 3D ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 25-27 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്നലെ മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ആവറേജ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് സംശയം. രാജേഷ് രവി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജോ മോൾ ജോസ്, പ്രിയമതാ കൃഷ്ണൻ, ഉണ്ണിമായ നാലപ്പാട് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 12 ലക്ഷം രൂപ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 13 ലക്ഷം രൂപയുമാണ്. 2ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 13-14 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 25 ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മാമൻ. സൂരി, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി ആദ്യ ദിവസം കളക്ട് ചെയ്തത് 1 കോടി 82 ലക്ഷം രൂപയായിരുന്നു. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 2 കോടി 10 ലക്ഷം രൂപയുമാണ്.
വിദേശ കളക്ഷനായി ആദ്യ ദിവസം ഈ സിനിമ കളക്ട് ചെയ്തത് 25 ലക്ഷം രൂപയുമാണ്. സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 2,37 ലക്ഷം രൂപയുമാണ്. രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 2 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 3,80 ലക്ഷത്തോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. ഇന്നലെ മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് DD നെക്സ്റ്റ് ലെവൽ. പ്രേമാനന്ദ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ ഹൊറർ ത്രില്ലർ സിനിമയിൽ സന്താനം, ഗീതിക തിവാരി, സെൽവരാഘവൻ, ഗൗതം വാസുദേവൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം ആദ്യ ദിവസം തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 3,06 ലക്ഷം രൂപയായിരുന്നു. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 3,80 ലക്ഷം രൂപയുമാണ്. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 65 ലക്ഷത്തോളം രൂപയുമാണ്. ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4.5 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്ന ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും തമിഴ്നാട്ടിൽ 3.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 9-10 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.